നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. മഡ്ഗാവിലെ ഏകദേശം 45% വ്യാപാരികളും സാധുവായ വ്യാപാര ലൈസൻസുകൾ ഇല്ലാതെയാണ് വ്യാപാരം നടത്തുന്നതെന്ന് മഡ്ഗാവ് മുനിസിപ്പൽ കൗൺസിൽ ചെയർപേഴ്സൺ ദാമോദർ ശിരോദ്കർ വെളിപ്പെടുത്തി. മുനിസിപ്പൽ നികുതി വർധനവിനെതിരെ കോൺഗ്രസ് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ലൈസൻസ് ഇല്ലാത്ത വ്യാപാരത്തിന്റെ പ്രശ്നം ഉയർന്നു വന്നിരിക്കുന്നത്. ഗോവയിലുടനീളമുള്ള കോളേജുകളിൽ ബിരുദ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കായി ഗോവ സർവകലാശാലയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കോച്ചിംഗ് സെന്റർ സ്ഥാപിക്കുന്നു. അടുത്ത വർഷം മെയ് മാസത്തിൽ പരിശീലനം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. UPSC പരീക്ഷകൾക്കായുള്ള പരിശീലനത്തിൽ വിദ്യാർത്ഥികളുടെ താൽപ്പര്യം സർവേ ചെയ്യാൻ കോളേജുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓൺലൈൻ, ഓഫ്ലൈൻ ക്ലാസുകളുടെ സംയോജനത്തിലൂടെയാണ് പരിശീലനം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ബെൽഗാവി പനാജി NH 748 2A ചൊർല വഴിയുള്ള പാതയുടെ റീടാർ ജോലികൾ അവസാന ഘട്ടത്തിലാണെന്നും വെയറിംഗ് കോഴ്സ് ലെയർ എന്നറിയപ്പെടുന്ന അവസാന ലെയർ സ്ഥാപിക്കുന്നത് ഇപ്പോഴും പുരോഗമിക്കുന്നു. കങ്കുബിക്ക് അടുത്തുള്ള പാലത്തിന്റെ നിർമ്മാണം യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ കർണാടക പൊതുമരാമത്ത് വകുപ്പും NHAI അധികൃതരും തീരുമാനിച്ചിട്ടുണ്ട്. നോർത്ത് ഗോവയിലെ അരബോൾ ബീച്ചിനടുത്ത് കടയിൽ സിഗരറ്റ് വിറ്റതിന് ഒരാളെ മാന്ദ്രം പോലീസ് അറസ്റ്റ് ചെയ്തു. മലയാളിയായ അബ്ദുൾ അസീസ് എന്ന 31കാരനാണ് അറസ്റ്റിലായത്. 2019 സെപ്റ്റംബറിൽ ഒരു ഓർഡിനൻസ് വഴി സിഗരറ്റിന്റെ ഉൽപ്പാദനം, നിർമ്മാണം, വിൽപ്പന, വിതരണം, പരസ്യം എന്നിവയുടെ മേൽ കർശന നിരോധനമാണ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയത്. ബെനോലിം ബീച്ചിൽ നടക്കുകയായിരുന്ന റഷ്യൻ വിനോദസഞ്ചാരിയെ തെരുവു നായ്ക്കൾ ആക്രമിച്ചു. അടുത്തു തന്നെ ഉണ്ടായിരുന്ന ലൈഫ് ഗാർഡുകൾ ഉടനടി ഇടപെട്ട് നായ്ക്കളെ ഓടിക്കുകയും സ്ത്രീക്ക് പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്തു. ഏറ്റവും അവസാനത്തെ ഗവൺമെന്റിന്റെ കണക്കുകൾ പ്രകാരം 56,000 തെരുവു നായ്ക്കൾ ഗോവയിൽ മാത്രമുണ്ട് എന്നത് ടൂറിസ്റ്റുകൾക്കും നാട്ടുകാർക്കും ഭീതി ഉളവാക്കുന്ന കാര്യമാണ്. ഓരോ ദിവസവും നിരവധി 2 വീലർ ആക്സിഡന്റുകളും തെരുവു നായ്ക്കൾ കാരണം ഉണ്ടാകുന്നുണ്ട്. ഗോവയിലെ ആദ്യത്തെ ട്രൈ മാലിന്യ ശേഖരണ കേന്ദ്രം ബാദേഴ്സിലെ മപ്സയിൽ ഉദ്ഘാടനം ചെയ്തു. മോണ്ടലസ് ഇന്റർനാഷണൽ, അനുഭൂതി ഫൗണ്ടേഷൻ, മുനിസിപ്പൽ കൗൺസിൽ എന്നിവയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിച്ച് പിന്തുണയ്ക്കുന്ന ഈ സംരംഭം മാലിന്യ സംസ്കരണം മെച്ചപ്പെടുത്തുന്നതിനും റീസൈക്ലിംഗ് പരമാവധിയാക്കുന്നതിനും ലക്ഷ്യമിടുന്നു. ഇതിന്റെ വിജയത്തിന് പൊതുജന പങ്കാളിത്തവും വേസ്റ്റ് സെപ്പറേഷന്റെ ആവശ്യകതയും ഉദ്യോഗസ്ഥർ ഊന്നിപ്പറഞ്ഞു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.